So, good afternoon, everyone. Today, last class, we will discuss the basics of semiconductor. What is a semiconductor? So, I will brief up semiconductors. Extra water conductors, water conductors, water insulators. So, I just give a brief distinction. How we can distinguish semiconductors, conductors, and insulators. I will word conductivity, conducting nature, flow of current. This property based distinction. How we can distinguish semiconductors, conductors, and insulators. I told that the conductive nature of conductors are very high. Insulators, it won't be conducting. Conductivity is 0. Semiconductors, their conductivity remain in between conductors and insulators. This is a point I explained what are energy band diagram. Energy band diagram. ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ വാലൻസ് ഇലക്ട്രോൺസ് ഇങ്ങനെ തിക്ലി പാക്ഡ് ആണ്. ഇതിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. വേറെ ഒരു ബാൻഡും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്ഷൻ ബാൻഡ്. അത് ടോപ്പിലാണ്. ഇവിടെ വാലൻസ് ഇലക്ട്രോൺ തിക്ലി പാക്ഡ് ആണ് വാലൻസ് ബാൻഡിൽ. ഇനി ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്ക് ഒരു ബാരിയർ ഉണ്ട്, ഒരു വാൾ ഉണ്ട്, ഒരു എനർജി വാൾ ഉണ്ട്. ആ എനർജി വാളിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഐ ടോൾഡ് ദാറ്റ് ഇതിനെ നമുക്ക് ഈ പോയിന്റിനെ നമുക്ക് ഇത് എനർജി ആണ് ഈ ആക്സിസിൽ. സോ ഇത് കണ്ടക്ഷൻ ബാൻഡിന്റെ മിനിമം എനർജി, ഇത് വാലൻസ് ബാൻഡിന്റെ മാക്സിമം എനർജി. ഇനി ഞാൻ പറഞ്ഞു ഒരു കണ്ടക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ എന്ത് കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കണം, മെറ്റീരിയലിനകത്ത് എങ്ങനെ എന്ത് സംഭവിച്ചെങ്കിൽ മാത്രമേ കണ്ടക്ഷൻ പോസിബിൾ ആവുള്ളൂ. ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടിങ് ആണ്. ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യണം. സോ ദ കോവാലന്റ് ബോണ്ട് നമ്മളത് ചൂസ് ചെയ്തത് സിലിക്കണോ ജെർമേനിയം ആണ്. ഗ്രൂപ്പ് 4 ആണ് എലമെന്റ്സ്. ഗ്രൂപ്പ് 4 മീൻസ് 4 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് 8 സ്ട്രക്ചേഴ്സ് 8 ഇലക്ട്രോൺസിന്റെ ഇതിനു വേണ്ടി ഷെയറിങ്ങിന് ബേസ് ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി കണ്ടക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ ഇവിടുത്തെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടുത്തെ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം. സോ കണ്ടക്ഷൻ ബാൻഡിൽ എത്തുമ്പോൾ ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. The electrons are termed as free electron. So conduction band electrons ഉണ്ടെങ്കിൽ, so conduction band, if electron is existing, I can say that conduction is possible. So ഒരു മെറ്റീരിയൽ കണ്ടക്ഷൻ കാണണം അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഉണ്ട് എന്ന് പറയണമെങ്കിൽ valence band electrons it have to break covalent bond and it have to move above the energy gap and it have to reach the conduction band. Conduction band എത്തുമ്പോൾ the electrons are called free electrons. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. So in today we will discuss in detail what are insulators, what are conductors, what are semiconductors, based upon energy band diagram. Based upon energy band diagram. So we will clearly give a difference or distinguish between, if a question is asking like distinguish between insulators, conductors and semiconductors based upon energy band diagram. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എനർജി ബാൻഡ് ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽസിനെ ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിനകത്ത് നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കുക. ഇവിടെ എനർജി വരയ്ക്കുന്നു, ഇവിടെ ഉള്ളത് കണ്ടക്ഷൻ ബാൻഡ്, ഇവിടെ ഇലക്ട്രോൺസ് തിക്ലി പാക്ഡ് ആണ്. സോറി, ദിസ് ഈസ് വാലൻസ് ബാൻഡ്. This is valence band. ഇവിടെ ഇലക്ട്രോൺസ് തിക്ലി പാക്ഡ് ആണ്. ഇനി ഇവിടെ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്.
ഇതിനെയാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ട് ബാൻഡ് ഉണ്ട്. ഇനി ഇത് ഇടയ്ക്കുള്ളതിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇ ജി എന്നാണ് സഫിക്സ് ഇ ജി, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ I'm unmuting your mic. Please have your comments. I need the comments from your side. So please, I am giving permission to unmute. So you can unmute your mic and you tell me the thing that whether conduction is possible in insulators, whether the conduction is possible in insulators. Can you tell me whether the conduction is possible in insulators? No, sir. No. sir. No. No, sir. Okay, the first point is that, so you told that there is no conduction. Conduction is not possible in insulators. അങ്ങനെയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലോ വാലൻസ് ബാൻഡിലോ എവിടെ ആയിരിക്കും ഇലക്ട്രോൺസ് കാണുന്നത്? കണ്ടക്ഷൻ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. There is no conduction possible in insulators. Then tell me where you can find electrons. വാലൻസ് ബാൻഡിലാണോ കണ്ടക്ഷൻ ബാൻഡിലാണോ? Valence band. Valence band. Valence band. Valence bandil electron exists. Then what about conduction band? Conduction bandil electrons exist ആയിരിക്കുമോ ഉണ്ടോ ഇല്ലയോ എങ്ങനെ പറയാൻ പറ്റും? ഇല്ലാത്തില്ല. എന്തുകൊണ്ടില്ല? ആരാ ഇല്ലെന്ന് പറഞ്ഞേ? ആള് ഇല്ലെന്ന് പറഞ്ഞ ആള് കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. എന്തുകൊണ്ടില്ല? വാട്ട് ഈസ് ദ റീസൺ? ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാനുള്ള ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണ്ടക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് വേണം. സോ ഐ ടോൾഡ് ദാറ്റ് നിങ്ങൾ പറഞ്ഞു ഇൻസുലേറ്റേഴ്സിൽ കണ്ടക്ഷൻ ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇലക്ട്രോൺസ് എക്സിസ്റ്റൻസ്, ഇലക്ട്രോൺ ഡസിൻസ് എക്സിസ്റ്റ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്. ഇങ്ങനെ പോയിന്റ് എനിക്ക് പറയാൻ പറ്റും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒരു കാരണവശാലും എത്തിപ്പെടത്തില്ല. ഒരു കാരണവശാലും ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട് പോവില്ല. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ എന്തായിരിക്കും റീസൺ? വൈ ദ ഇലക്ട്രോൺസ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഫോർ ഇൻസുലേറ്റേഴ്സ്? വൈ? മൈ ക്വസ്റ്റ്യൻ ഈസ് വൈ ഇലക്ട്രോൺ ഡസൻറ്റ് എക്സിസ്റ്റ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്? കണ്ടക്ഷൻ ബാൻഡിൽ എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യാത്തത്? പ്ലീസ് ടെൽ മീ. എന്ത് റീസൺ കൊണ്ടായിരിക്കും? ഗ്യാപ്പ് കൂടുതലായിരുന്നു. ഗ്യാപ്പ് കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഒരു മതിലുണ്ട്, ആ മതിൽ നിങ്ങൾക്ക് ചാടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും മതിൽ നിങ്ങൾക്ക് ചാടാൻ പറ്റാത്തത്? നല്ല ഉയരമായതുകൊണ്ട്. നല്ല ഉയരമായോണ്ട. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഇലക്ട്രോൺസ് ഇനി കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഹ്യൂജ് എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കും. സോ ദ റീസൺ വിൽ ബി, സോ മൈ ആൻസർ ഈസ് ഹ്യൂജ് എനർജി ഗ്യാപ്പ്. Huge energy gap. That means around, it will be greater than 5 electron volt. Please note this number. Greater than, for insulators, the electron energy band gap or the forbidden energy band gap will be greater than 5 electron volt. ഇത്രയും കാര്യങ്ങളാണ് കണ്ടക്ഷൻ ബാൻഡ്, ബാലൻസ് ബാൻഡ്, എനർജി ബാൻഡ് ഗ്യാപ്പ്. ഇത്രയും കാര്യങ്ങൾ ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്, ഇത്രയും പോയിന്റ്സ് പറയുക. There is no conduction possible, first point. There is no electrons in conduction bands. Electrons exist only in valence band. And then why electron is not existing in conduction band? That is the third point. That means huge energy band gap is there. That's why the electron is not existing in the conduction band. ഇത്രയും കാര്യങ്ങളാണ് ഇൻസുലേറ്റേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. Any doubts? If you have any doubts, you can ask. ഞാൻ ഈ ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? Yes, sir. Yes. Okay, so I am moving to the next section, that is called conductors. Next is conductors. Again, I need to explain the behavior of conductors with respect to എനർജി ബാൻഡ് ഡയഗ്രാം. എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കുന്നു. ഇവിടെ എനർജിയാണ്, ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ വാലൻസ് ബാൻഡ്, അവിടെ ഇലക്ട്രോൺസ് തിക്ലി പാക്ഡ് ആയിരിക്കും, കോവാലന്റ് ബോണ്ടിങ് കാണും.
കണ്ടക്ഷൻ ബാൻഡ് മുകളിലുണ്ട്. ഇനി ഫസ്റ്റ് പോയിന്റ് അഗൈൻ നമ്മൾ ആദ്യം നേരത്തെ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? കണ്ടക്ഷൻ ഉണ്ടോ ഇല്ലയോ? Can you tell me? Conductors conduction exists. There is yes, conduction exists. Yes, the first point. Then second point. Electrons evidakka kaanum? Can you tell me? Electrons edakka band il kaanum? Electron exists in where? Valence band and Valence band and conduction band. Electrons exist in valence band and conduction band. ഇനി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എനർജി ബാൻഡ് ഡയഗ്രം ഇങ്ങനെ ആയിരിക്കത്തില്ല, രണ്ടിടത്ത് ഉണ്ടെന്നാ പറഞ്ഞത്. ദാറ്റ് മീൻസ് the nature will be there will be overlapping. I will draw clearly. This valence band, conduction band is coming from here and it is overlapped here. This is overlapping region. This is conduction band. So electron exists both in valence band and conduction band. ഇവിടെ energy band gap എന്ന് പറയുന്നത് greater than 5 volt ആണ്. So here energy band gap will be equal to what? Here energy gap will be equal to what? ഇവിടെ EG യുടെ വാല്യൂ എത്ര ആയിരിക്കും? EG will be equal to what will be the energy band gap? It will be equal to 0 volt. Or I can say that in conduction band there is no energy band gap, no EG. ഇതാണ് ഡിഫറൻസ്. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് കണ്ടക്ടേഴ്സിനെ കുറിച്ച് അറിയേണ്ടത്. ഇനി ഞാൻ ഒരു പോയിന്റും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ആ പോയിന്റ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ദ ഫ്രീ ഇലക്ട്രോൺസ്, ഓർത്തിരിക്കേണ്ട കാര്യം, ദ ഫ്രീ ഇലക്ട്രോൺസ് electrons in conduction bands are called what? Are called as electrons in conduction band are particularly called as free electrons. Electrons in the conduction band are called as free electrons. Valence bandle electrons ne nammal electrons എന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടക്ഷൻ ബാൻഡിൽ വാലൻസ് ബാൻഡിലെ ഒരു ഇലക്ട്രോൺ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൽ വരുന്ന ഇലക്ട്രോൺസിന് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. So free electrons exist in conduction band, but insulators le adilla. That means conduction band le there is no electron that is existing, but free electrons exist in the conduction band as in the case of conductors. Then coming to the third point, that is semiconductors. Semiconductors again വരയ്ക്കുന്നു. വാലൻസ് ബാൻഡ്, ഇവിടെ ഇലക്ട്രോൺസ് തിക്ലി പാക്ഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഇവിടെ സെമി കണ്ടക്ടർ എന്നാണ് ഞാൻ പറഞ്ഞത്, എനർജി ബാൻഡ്. സെമി കണ്ടക്ടർ എന്നാണ് പറഞ്ഞത്. സെമി കണ്ടക്ടർ മീൻസ് കണ്ടക്ടറും അല്ല എന്നാൽ ഇൻസുലേറ്ററും അല്ല. കണ്ടക്ടറിലാണെങ്കിൽ ഓവർലാപ്ഡ് ആണ്, ഇൻസുലേറ്റേഴ്സിലാണെങ്കിൽ ഹെവി ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. അന്നേരം സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയായിരിക്കും? എനർജി ബാൻഡ് ഗ്യാപ്പ് എങ്ങനെയായിരിക്കും? സോ എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേറ്റേഴ്സിന് എനർജി ബാൻഡ് ഗ്യാപ്പ് കണ്ടക്ടേഴ്സിൽ, അന്നേരം എനർജി ബാൻഡ് ഗ്യാപ്പ് ഇവിടെ ഏറ്റവും കൂടുതലാണ് അല്ലെ? എനർജി ബാൻഡ് ഗ്യാപ്പ് ഏറ്റവും കൂടുതലുള്ളത് ഇൻസുലേറ്റേഴ്സിലാണ്, ഏറ്റവും കുറവുള്ളത് കണ്ടക്ടേഴ്സിലാണ്, 0 എന്ന് പറയാം. അന്നേരം എനർജി ബാൻഡ് ഗ്യാപ്പ് 0 ആയിരിക്കത്തില്ല, വളരെ കൂടുതലും അല്ല ഫോർ സെമി കണ്ടക്ടേഴ്സ്. സോ ദാറ്റ് ഇസ് എ ലോജിക്. ഫോർ സെമി കണ്ടക്ടേഴ്സ് എനർജി ബാൻഡ് ഗ്യാപ്പ് ഈസ് നോട്ട് വെരി ഹൈ, it is not equal to 0, in between. So energy band gap for semiconductors will be like this. Semiconductors ഇങ്ങനെ ആയിരിക്കും. എനർജി ബാൻഡ് ഗ്യാപ്പ് ഇൻസുലേറ്റേഴ്സിന് വളരെ കൂടുതൽ, എന്നാൽ സെമി കണ്ടക്ടേഴ്സ് വരുമ്പോൾ കൂടുതലും അല്ല എന്നാൽ 0വും അല്ല. Energy band gap for conductors will be equal to 0.
So here the energy band gap value will be less than 1 electron volt. Energy band gap will be less than 1 electron volt. Please note this numerical value, very much important. Energy band gap will be almost less than 1 electron volt. അല്ലെങ്കിൽ nearly 1 electron volt. But insulators അത് greater than 5 electron volt ആണ്. It is greater than 5 electron volt. For conductors, it is overlap. For semiconductors, it will be less than 1 electron volt. Energy band gap is less than 1 electron volt. Please note that point. ഇവിടെ overlapping ഇല്ല, എന്നാൽ very high band gap അല്ല, but the band gap will be less than 1 electron volt. So അതിന്റെ advantage എന്തായിരിക്കും? അതിന് അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇലക്ട്രോൺ വോൾട്ട് ബാൻഡ് ഗ്യാപ്പ് 1 ഇലക്ട്രോൺ വോൾട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ അഡ്വാൻറ്റേജ് മീൻസ് ഇലക്ട്രോൺസ്, ഇവിടെ ഉള്ള ഇലക്ട്രോൺസ് ഇങ്ങ് കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ എത്ര എനർജി വേണ്ടി വരും? ഇവിടുത്തെ എനർജി ബാൻഡ് ഗ്യാപ്പ് 0.7 വോൾട്ട് ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഇലക്ട്രോൺസ് ഇങ്ങ് കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ എത്ര എനർജി നമ്മൾ കൊടുക്കണം? അങ്ങോട്ട് മെറ്റീരിയലിന് എത്ര എനർജി കൊടുക്കണം? 0.7 കുറച്ച് കൂടുതൽ. ഓക്കെ, 0.8 എന്തായാലും 0.7 കൂടുതലാക്കണം. 0.7 കൊടുത്താലും ഇലക്ട്രോൺസ് ഒരു കാരണവശാലും ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകില്ല. ഐ എം ടെല്ലിംഗ് an example only. If the energy band gap is 0.7, I need to give a energy that is greater than 0.7, 0.8. എങ്കിൽ മാത്രമേ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ആ ബ്രേക്ക് ചെയ്ത ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുള്ളൂ. നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ മതി. 5 വോൾട്ടിനേക്കാളും കൂടുതലാണ് ഇൻസുലേറ്റേഴ്സിൽ. അതുകൊണ്ടാണ് 5 ഇൻസുലേറ്റേഴ്സിൽ കണ്ടക്ഷൻ നടക്കാത്തത്. ബട്ട് സെമി കണ്ടക്ടേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ബാൻഡ് ഗ്യാപ്പ് ലെസ് ദാൻ 1 ഇലക്ട്രോൺ വോൾട്ട്, കുറച്ച് എനർജി കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് എനർജി കൊടുക്കുമ്പോൾ the bond will break at the valence band and electrons will reach at the conduction band, and that electrons is called free electrons. Right? So the statement is electrons from valence band can be easily lifted to the conduction band. Idana the point you have to note here. The electrons from the valence band can be easily lifted to the conduction band. കാരണം 1 ഇലക്ട്രോൺ വോൾട്ട് ലെസ് ദാൻ 1 ഇലക്ട്രോൺ വോൾട്ട് കുറച്ച് എനർജി കൊടുത്താൽ തന്നെ ആ ഇലക്ട്രോൺസ് ആ വാലൻസ് ബാൻഡിലെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഈസിലി എത്തും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്താണ് പറഞ്ഞ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്റേഴ്സിന്റെയും കണ്ടക്ടേഴ്സിന്റെയും ഇടയ്ക്കാണെന്ന് പറയാൻ കാണും. സോ ഇത് എനർജി ബാൻഡ് ഗ്യാപ്പ് ആണ്. ഇനി ഇതിന്റെ കണ്ടക്ടിവിറ്റി നേച്ചർ പറയുമ്പോൾ, കണ്ടക്ടിവിറ്റി നേച്ചറിന്റെ സ്കെയിൽ പറയുമ്പോൾ, if I am plotting a conductivity nature, I can state conductivity of conductors കൂടുതലായിരിക്കും, ഏറ്റവും കൂടുതലായിരിക്കും. ഏറ്റവും കുറവ് conductivity of insulators, but conductivity of semiconductors in between ആയിരിക്കും. ഇതായിരിക്കും ഇതിന്റെ സ്കെയിൽ. സോ കണ്ടക്ടിവിറ്റി നേച്ചർ മീൻസ് കണ്ടക്ടിവിറ്റി ഓഫ് സെമികണ്ടക്ടേഴ്സ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ്. സെമികണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇറ്റ് വിൽ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് സെമികണ്ടക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Any doubts you can ask. Yes, energy band ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് how we can differentiate insulators, conductors and semiconductors. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ how you can answer. അതാണ് ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Is that clear to you? Any doubts? Okay ആണോ? Yes, sir. Yes, sir.
ഓക്കെ, ക്ലിയർ ആണോ? അത് ഞാൻ പറഞ്ഞ പോയിന്റ്, ഇനി പറഞ്ഞ ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് എക്സാമിന് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ ടു യു? എനി ഡൗട്ട്സ്? Shall I proceed further? Yes, sir. Yes. So coming to the next, രണ്ട് terms introduce ചെയ്യാണ്. Please note the terms. That is intrinsic semiconductor. Intrinsic semiconductor. So intrinsic semiconductors are purest form. Semiconductors in the purest form are called intrinsic semiconductors. Example നേരത്തെ പറഞ്ഞു, germanium, silicon, tin, selenium, tellurium. These are the purest form of semiconductor that is available in the earth crust. Germanium, silicon, tin, selenium, tellurium. Germanium, silicon, tin, selenium, tellurium. But നമ്മൾ abundantly earth in the crustal abundantly available. The availability will be more. Availability കൂടുതലുള്ളത് ജർമേനിയത്തിനും സിലിക്കണുമാണ്. അതുകൊണ്ടാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് കൂടുതലും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ജർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ വെച്ചിട്ടാണ്. സോ ഓർത്തിരിക്കേണ്ടത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾ ജർമേനിയം, സിലിക്കൺ, ടിൻ, സെലീനിയം, ടെലൂറിയം. Then why I am കൂടുതൽ നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ കേട്ടുള്ള ജർമേനിയം, സിലിക്കൺ ആണ്. That means it is available. Availability of germanium and silicon is more in earth crust. That's why we are using them. So the next point is important point. What is the energy band gap, EG value of silicon? What is the EG value of germanium? EG value of silicon is 1.12 electron volt, and for germanium is 0.72 electron volt. Please study these two numerical values. Energy band gap of silicon is 1.12 electron volt. Energy band gap of germanium is 0.72 electron volt. Clear or no? Clear or no?